ഹായ്, ഇന്ന് നമ്മൾ ചേനപ്പൂ കൊണ്ടിട്ടുള്ളൊരു മസാലക്കറി ഉണ്ടാക്കാൻ പോവുകയാണ്. ചേനപ്പൂ കഴിച്ചിട്ടുണ്ടോ? ചേനപ്പൂ നല്ല ടേസ്റ്റുള്ള ഒരു പച്ചക്കറിയാണ്. പൈസ കൊടുത്താൽ പോലും നമുക്കിത് വാങ്ങാൻ കിട്ടില്ല. റെയറായിട്ട് മാത്രമേ ഇത് കിട്ടത്തുള്ളൂ. കിട്ടുവാണെങ്കിൽ എന്തായാലും കറി വെച്ച് നോക്കണേ. നല്ല ടേസ്റ്റുള്ള ഒരു പച്ചക്കറിയായിട്ട്. സാധാരണ വിളവെടുക്കാതെ ചേന നിൽക്കുവാണെങ്കിൽ മഴ പെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റത്തെ മഴയ്ക്ക് അതിൽ പൂ വരും. ആ പൂവാണ് നമ്മൾ കറി വയ്ക്കാൻ എടുക്കേണ്ടത്. വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഏരിയയിലേ നിൽക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ചീത്ത സ്മെല്ലായിരിക്കും. വിരിയുന്നതിന് മുന്നേ മുട്ടായിരിക്കുമ്പോൾ തന്നെ എടുത്ത് കറി വയ്ക്കണേ. സാധാരണ ഇതുകൊണ്ട് തോരൻ, മസാലക്കറി, നമുക്ക് എന്ത് പച്ചക്കറി വെച്ചിട്ട് എന്ത് കറിയാണോ ഉണ്ടാക്കാൻ പറ്റുക അതൊക്കെ ഉണ്ടാക്കാൻ പറ്റും. നല്ല ടേസ്റ്റാണ് ഇതിന്. കാണാനും നല്ല ഭംഗിയാണ് ഈ ചേനപ്പൂവ്. അപ്പം നമുക്ക് ചേനപ്പൂ കറി ഉണ്ടാക്കാം. അതിനുവേണ്ടി ചേനപ്പൂ നന്നായി കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് നല്ല കനം കുറച്ച് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. എത്ര കനം കുറയ്ക്കാവോ അത്രയും നൈസായിട്ട് അരിയണേ. അപ്പോൾ പെട്ടെന്ന് വേവിക്കാൻ എളുപ്പമായിരിക്കും. അപ്പം നമുക്ക് ചേനപ്പൂ മസാലക്കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ചേനപ്പൂവ് കുനുകുനെ അരിഞ്ഞെടുത്ത ചേനപ്പൂ ഉണ്ടല്ലോ, അത് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെക്കണം. ഒത്തിരി വേവൊന്നുമില്ല കേട്ടോ ഈ ചേനപ്പൂവിനെ. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 5 മിനിറ്റ് പോലും വേണ്ട അത് വേവാൻ വേണ്ടി. അരിഞ്ഞെടുത്ത ചേനപ്പൂവിലേക്ക് ഒരു പച്ചമുളക്, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ച് നല്ലപോലെ വേവാൻ വയ്ക്കണം. പിന്നെ ഞാനിവിടെ ഒരു ഉരുളക്കിഴങ്ങും കൂടി ചേർക്കുന്നുണ്ട്. കാരണം മസാലക്കറി അല്ലേ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മസാലക്കറി ആകുമ്പോൾ കുറച്ചിങ്ങനെ കുഴഞ്ഞ് കുറച്ച് തിക്കായിട്ടിരിക്കണമല്ലോ. ചേനപ്പൂവിന് ഒരുപാട് കൊഴുപ്പുള്ള പച്ചക്കറിയൊന്നുമല്ല. അതുകൊണ്ടിട്ടാണ് ഉരുളക്കിഴങ്ങ് കൂടി ചേർക്കുന്നത്. ചെറിയൊരു കഷ്ണം ഇഞ്ചി, ഒരു പകുതി സവാള, ഇത്രയും കൂടി ചേർത്തിട്ട് വേണം വേവാൻ വയ്ക്കാൻ വേണ്ടിയിട്ട്. അത് വേവാൻ വെക്കുന്ന സമയത്ത് നമുക്ക് മസാല തയ്യാറാക്കാനുള്ള പരിപാടി ആരംഭിക്കാം. ഒരു പാൻ വെച്ച് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. എന്നിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് വെളുത്തുള്ളി ചേർത്ത് നല്ലപോലെ വഴറ്റുക. വെളുത്തുള്ളിയുടെ പച്ചമണം മാറിക്കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ട് അരിഞ്ഞ് സവാള ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക. നല്ലപോലെ മുരിഞ്ഞിട്ടണേ സവാള. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർക്കുക, മല്ലിപ്പൊടി ആവശ്യത്തിന്, എല്ലാം ഓരോ ടീസ്പൂൺ നമ്മുടെ അളവ് എത്രയാണോ അതനുസരിച്ച് ചേർക്കാം. എരിവിന് ആവശ്യത്തിന് മുളക് പൊടി. ഇതെല്ലാം നല്ലപോലെ വഴറ്റുക. പച്ചമണം മാറുന്നവരെ നല്ലപോലെ വഴറ്റിയെടുക്കണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് ഗരം മസാല, കുറച്ച് കുരുമുളക് പൊടി എന്നിവ ചേർക്കണം. എരിവ്, ഉപ്പ് എന്നിവയെല്ലാം അവരവരുടെ പാകത്തിന് ചേർക്കാവുന്നതാണ്. എന്നിട്ട് വേവിച്ച് വെച്ചിരിക്കുന്ന ചേനപ്പൂവ് അതിലേക്ക് ചേർത്ത് നല്ലപോലെ വഴറ്റിയെടുക്കണം. നല്ലപോലെ വഴറ്റിയെടുക്കുക. ചേനപ്പൂ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ചേനപ്പൂ കണ്ട എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട കേട്ടോ. നല്ല ടേസ്റ്റുള്ള കറിയാണ്. ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എന്തിൻ്റെ കൂടെയും സൂപ്പറാണ്. ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.